പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10-ലായിരിക്കും ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. കെ പി സി നേതൃത്വത്തിനെതിരെ അതിരൂക്ഷ വിമർശനമായി കെ മുരളീധരൻ. പാർട്ടിയിൽ നേതാക്കളുണ്ടെങ്കിലും കൂട്ടായ പ്രവർത്തനങ്ങളില്ല. തൃശൂരിൽ 56,000 വോട്ട് BJP ചേർത്ത് നമ്മുടെ വിദ്വാൻമാർ അറിഞ്ഞില്ല. ജയിക്കുമെന്ന് പറഞ്ഞാണ് തന്നെ അങ്ങോട്ടേക്ക് അയച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ വലിയ പ്രതീക്ഷയില്ല. ഒരുമിച്ച് നിൽക്കേണ്ട സമയമായതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ലെന്നും കെ മുരളീധരൻ തുറന്നടിക്കുകയാണ്. തൃശ്ശൂരിന്റെ കളിയിൽ 56,000 വോട്ട് BJP ചേർത്ത് നമ്മുടെ വിദ്വാന്മാരാണ്. എന്നിട്ടും പറയാൻ ഉറപ്പായിട്ട് ജയിക്കുന്നു പറഞ്ഞിട്ടാണോ എന്നെ കൊണ്ടാവുന്നത്? എന്ന് പ്രവീണൊക്കെ ഇട്ടായിരുന്നു എന്നെ കൊണ്ടാക്കിയ. അപ്പോ അല്ല പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ചെല്ലുമ്പോ നട്ടുമില്ല ബോൾട്ടുമില്ല. ഒരു വണ്ടിയിൽ കയറി യാത്ര ചെയ്യാൻ പറയും. വണ്ടിയിൽ നോക്കുമ്പോ സ്റ്റിയറിംഗും ഇല്ല, നട്ടുമില്ല, ബോൾട്ടും. അതാണ് അവിടുത്തെ സ്ഥിതി. ഏതായാലും ചെന്ന് വിട്ടുപോയി. പിന്നെ എങ്ങനെയൊക്കെ ഭാഗ്യത്തിന് തടി ഊരി കുഴപ്പമില്ലാതെ അവിടെ ജീവനും കൊണ്ടിട്ട്. അതുകൊണ്ട് ഞാൻ പറയാൻ പറ്റുന്നതല്ല, അടുത്ത കോർപ്പറേഷൻ ഇലക്ഷനിൽ നമ്മൾ ജയിക്കണം. മാക്സിമം സീറ്റ് കോഴിക്കോട് UDF ജയിക്കണം കേട്ടോ. കാരണം തൃശ്ശൂരിൽ എനിക്ക് അത്ര വലിയ പ്രതീക്ഷയില്ല. പൊതുറാലികളിൽ ജനങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന നേതാക്കൾ കേരളത്തിലെ കോൺഗ്രസിൽ ഇല്ല എന്നുകൂടി പറയുന്നു കെ മുരളീധരൻ. ആളെ കൂട്ടണമെങ്കിൽ രാഹുലും പ്രിയങ്കയും വരേണ്ട ഗതികേടാണ്. തൃശ്ശൂരിലെ കോൺഗ്രസ് നട്ടും ബോൾട്ടുമില്ലാത്ത വണ്ടിയാണെന്നും പരിഹസിക്കുന്നു. മുരളീധരനെ തൃശ്ശൂരിൽ മത്സരിപ്പിച്ചത് പാർട്ടി ഒറ്റക്കെട്ടെടുത്ത തീരുമാനമെന്നായിരുന്നു കോഴിക്കോട് DCC അധ്യക്ഷൻ കെ പ്രവീൺകുമാറിന്റെ പ്രതികരണം. കെ മുരളീധരൻ കേരളത്തിലെ പ്രഗത്ഭനായ ഒരു വലിയ നേതാവാണ്. അദ്ദേഹത്തിനെ ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റാൻ എളുപ്പം നടക്കുന്ന കാര്യമാണോ? അതിന് മാത്രം വലുപ്പം ഞങ്ങൾക്കുണ്ടോ? പിന്നെ ഒരു കളക്റ്റീവ് തീരുമാനമായിരുന്നു പാർട്ടിയുടെ. ആ തീരുമാനം അദ്ദേഹത്തെ അറിയിക്കാൻ വേണ്ടി പോയത് ഞാനാണ്. അതല്ലാതെ അദ്ദേഹത്തിൻ്റെ കൂടി സമ്മതമില്ലാതെ അദ്ദേഹത്തിന് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റാൻ സാധിക്കുമെന്ന് ആരെങ്കിലും കരുതി തോന്നില്ല. പിന്നെ അദ്ദേഹം ഇപ്പോഴും കോൺഗ്രസിൻ്റെ പ്രഗത്ഭ നേതാവാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് കൂടുതലൊന്നും പറയുന്നില്ല. ഒരാളെ ഒരിടത്തേക്ക് മാറ്റുമ്പോൾ പാർട്ടി തോൽക്കാൻ വേണ്ടി മാറ്റില്ലല്ലോ. ഓരോ സീറ്റും പ്രധാനപ്പെട്ടതല്ലേ. തൃശ്ശൂരിൽ ജയിക്കാൻ കെ മുരളീധരൻ ഏറ്റവും യോഗ്യനാണ് എന്ന ധാരണ പാർട്ടി ഉള്ളത് കൊണ്ടാണ് ആ തീരുമാനം പാർട്ടി എടുത്തത്. അന്ന് ആ തീരുമാനത്തിനെ കുറിച്ചുള്ള ഒരു ചർച്ചയ്ക്കായി എന്നെ നിയോഗിച്ചിരുന്നു. ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടിരുന്നു. അതിലൊരു ദുരുദ്ദേശവുമില്ല, ഗൂഢാലോചനയില്ല. പക്ഷേ പരാജയത്തിലെല്ലാവർക്കും ദുഃഖമുണ്ട്. സമീർ C. മുഹമ്മദ് വാർത്തകൾ ചേരുന്നു. സമീർ, കെ മുരളീധരന്റെ നാവിൻ്റെ ഈ പരിഹാസ മൂർച്ച ഇത്തരത്തിൽ കോൺഗ്രസിനകത്തും കോൺഗ്രസിന് പുറത്തും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അത്തരത്തിലൊരു പ്രതികരണം എന്ന നിലയ്ക്കാണോ കാണേണ്ടത്, അതോ അത് കോൺഗ്രസിനുള്ളിൽ തുടർ ചർച്ചകൾക്ക് വഴിവെക്കുന്ന ഒന്നാണോ സമീർ? ഹാഷ്മി, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവിയാണ് കെ മുരളീധരൻ നേരിട്ടത്. അതിന്റെ തുടർച്ചയായിക്കൊണ്ട് അദ്ദേഹം വിവിധ തലങ്ങളിൽ പ്രതികരിക്കുന്നുമുണ്ട്. നേതൃത്വത്തെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുന്നു, വിമർശിക്കുന്നു. അതിന്റെ തുടർച്ചയായി തന്നെയാണ് ഇന്നും അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. ഇന്ന് കോഴിക്കോട് DCC ഓഫീസിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിയായിരുന്നു. ആ പരിപാടിയിലാണ് അദ്ദേഹം സംസ്ഥാന നേതൃത്വത്തെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്നു, പക്ഷേ ഇക്കാലത്ത് അങ്ങനെ ഒന്നും കാണുന്നില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം പറയുന്നത്, പൊതുപരിപാടി സംഘടിപ്പിക്കുമ്പോൾ കേന്ദ്ര നേതൃത്വം വരേണ്ട ഒരു ഗതികേടിലേക്ക് കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ പേരെടുത്ത് സുധാകരനെയോ അല്ലെങ്കിൽ KPCC അധ്യക്ഷനെയോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെയോ ഒന്നും പേരെടുത്ത് പറയുന്നില്ല എങ്കിലും അവരെയൊക്കെ ഉന്നമിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ അതെല്ലാം തന്നെ കോൺഗ്രസിനകത്ത് ചർച്ചയാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അദ്ദേഹം ഒരു രാഷ്ട്രീയ മാറ്റം ആഗ്രഹിക്കുന്നില്ല എന്നും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാം. കോൺഗ്രസ്സുകാരനായിട്ട് തന്നെ മുന്നോട്ട് പോകും എന്ന കാര്യം കൂടെ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രതികരണം വന്നത് കോഴിക്കോട് DCC പ്രസിഡന്റേതാണ്. നെട്ടും ബോൾട്ടും ഇല്ലാത്ത തൃശ്ശൂരിലേക്ക് തന്നെ കയറ്റി അയച്ചത് നേതാക്കളാണ്. അതിന്റെ നേതൃത്വ പദവിയിൽ അതിന് മുന്നിൽ നിന്നത് കോഴിക്കോട് DCC പ്രസിഡന്റായിട്ടുള്ള അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ ആണ് എന്ന് പ്രവീൺകുമാറിനെ വേദിയിൽ ഇരുത്തി തന്നെയാണ് മുരളീധരൻ ഇത് പറഞ്ഞത്. ആ വിഷയത്തോടെ ഇപ്പോൾ പ്രവീൺകുമാറും പ്രതികരിച്ചിരിക്കുന്നു. താൻ ഇത്തരത്തിൽ ഒരു തോൽവി പ്രതീക്ഷിച്ചിരുന്നില്ല. അത് മാത്രമല്ല, അവിടെ എല്ലാവരും എടുത്ത ഒരു തീരുമാനമാണ് മുരളീധരനെ വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് മാറ്റുക എന്നുള്ളതും അവിടെ വിജയിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയും ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒറ്റക്കെട്ടായി ഒരു തീരുമാനമെടുത്തത്. ആ തീരുമാനം അദ്ദേഹത്തെ അറിയിച്ചു എന്നതല്ലാതെ ഒരു വിധത്തിലുമുള്ള ഗൂഢാലോചനയും തന്റെ ഭാഗത്തുനിന്നോ പാർട്ടിയുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല എന്ന കാര്യവും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഏതായാലും മുരളീധരൻ തുടർച്ചയായിക്കൊണ്ട് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. കോൺഗ്രസിനകത്തും പുറത്തും ഈ വിഷയങ്ങളെല്ലാം തന്നെ ഒരുപോലെ ചർച്ചയാകുന്നുമുണ്ട്. ഹാഷ്മി. ഓക്കെ, സമീർ C. മുഹമ്മദാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എന്തായാലും കെ മുരളീധരൻ അദ്ദേഹത്തിൻ്റെ പരിഭവം, അത് വിമർശനം, പരിഹാസമൊക്കെ തുടരുകയാണ്.